നമസ്കാരം. ഇന്ത്യൻ മാർക്കറ്റ് ഒരു കറക്ഷൻ ഫേസിലൂടെ കടന്നു പോവുകയാണ്. പല സ്റ്റോക്കുകളും അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ചില സ്റ്റോക്കുകളിൽ മാർക്കറ്റിൽ ഹെവി സെൽ ഓഫ് നടക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കമ്പനിയിൽ പ്രൊമോട്ടർ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ഇൻവെസ്റ്റേഴ്സിന് ആ കമ്പനിക്ക് മുകളിൽ കോൺഫിഡൻസ് വർദ്ധിച്ചേക്കും. ഇന്നത്തെ വീഡിയോയിൽ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ പ്രൊമോട്ടർ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയതും ഉയർന്ന ROE മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായ രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത്തേത് സെൻഗോ ഗോൾഡ്. സെൻഗോ ഗോൾഡ് എന്ന കമ്പനിക്ക് പാൻ ഇന്ത്യ പ്രസൻസ് ഉണ്ട്. 100-ലധികം ഗോൾഡ് ഡിസൈൻ പ്രോഡക്റ്റുകൾ ഉള്ള കമ്പനിയാണ്. ഈ കമ്പനിക്ക് 196-ലധികം ഷോറൂമുകൾ 128 ടൗണുകളിലായുണ്ട്. 18 സ്റ്റേറ്റുകളിൽ കമ്പനിക്ക് പ്രസൻസുമുണ്ട്. കൂടാതെ ദുബായിൽ രണ്ട് ഷോറൂം ഉള്ളത് വഴി കമ്പനിക്ക് ഇൻ്റർനാഷണൽ പ്രസൻസുമുണ്ട്. ഈ കമ്പനിയിൽ പ്രൊമോട്ടർ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 64.33% നിന്നും 64.47% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. 14 ബേസിസ് പോയിൻറ്റിൻ്റെ സ്റ്റേക്ക് ഹോൾഡിങ്ങിൽ വർധനവാണ് പ്രൊമോട്ടർ ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ കമ്പനി പുതിയ മാർക്കറ്റുകളെ ടാർഗറ്റ് ചെയ്യുകയും കമ്പനി അതിൻ്റെ റവന്യൂ ഉയർത്താനും ശ്രമിക്കുന്നുണ്ട്. സെൻഗോ ഗോൾഡ് എന്ന കമ്പനിക്ക് പ്രധാനമായും ഈസ്റ്റേൺ സെക്ടറിലാണ് എക്സ്പോസർ ഉള്ളത്. ഈസ്റ്റേൺ സെക്ടറിൽ നിന്നും മറ്റുള്ള ഇന്ത്യൻ സെക്ടറിലേക്ക് കൂടി കമ്പനി പ്രവർത്തനം വ്യാപിപ്പിച്ചേക്കും. ഇതിനുവേണ്ടി ഏകദേശം 25-30% പ്രവർത്തനം വ്യാപിപ്പിച്ചേക്കും. ഇതിനുവേണ്ടി കമ്പനി 25-30% പ്രൊജക്റ്റഡ് ഗ്രോത്തും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കമ്പനിയുടെ 2027 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് 25% രേഖപ്പെടുത്തി. ഓവറോൾ റവന്യൂവിൽ 20% വളർച്ച കമ്പനി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എബിറ്റ മാർജിൻ 10.8% വർദ്ധിക്കുകയും ലോങ് ടൈം എബിറ്റ 7.5 മുതൽ 7.8% ഉയരുകയും ചെയ്യുന്നുണ്ട്. 2027 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി 18 മുതൽ 20 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനി സെൻഗോ ഗോൾഡ് എന്ന സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. അതേസമയം ഗോൾഡിൻ്റെ വിലയിലുണ്ടായ ഗണ്യമായ വർധനവ് മൂലം കമ്പനി കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതിന് വേണ്ടി ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ 14 ക്യാരറ്റ് 9 ക്യാരറ്റ് തുടങ്ങിയ ക്വാളിറ്റി കുറഞ്ഞ ഗോൾഡിലെ പ്രൊഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിലെത്തിക്കുന്നു. ഇതുവഴി കമ്പനി അതിൻ്റെ കൺസ്യൂമർ പ്രസൻസ് പിടിച്ചു നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാം. ഫിനാൻഷ്യൽ പെർഫോമൻസും ഓക്കെയാണ്. കൺസോളിഡേറ്റഡ് റവന്യൂ 30% വർദ്ധിച്ച് 6,433 കോടിയായി ഉയരുകയും ഗോൾഡ് സെഗ്മെൻറ്റിൽ നിന്നും 63%, ഡയമണ്ട് സെക്ടറിൽ നിന്നും 32% റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ സെൻഗോ ഗോൾഡ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാം. രണ്ടാമത്തേത് റാഷി പെരിഫറൽസ് എന്ന സ്റ്റോക്കാണ്. റാഷി പെരിഫറൽസ് എന്ന കമ്പനി ഇന്ത്യയിലെ പ്രമുഖ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് എക്സ്പോർട്ടർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ കമ്പനിയാണ്. റാഷി പെരിഫറൽസ് എന്ന കമ്പനിക്ക് 82-ലധികം OEMകളുമായിട്ട് പ്രസൻസ് ഉണ്ട്. റീസെൻ്റ്ലി ഈ കമ്പനിയിൽ പ്രൊമോട്ടർ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 57 ബേസിസ് പോയിൻറ്റ് ഉയർത്തി 63.41% നിന്നും 63.98% എത്തിക്കുകയും ചെയ്തു. BFSI സെഗ്മെൻറ്റിൽ എക്സ്പോസർ ഉള്ള കമ്പനി 58%-ലധികം റവന്യൂ BFSI സെഗ്മെൻറ്റിൽ നിന്നും നേടുന്നുമുണ്ട്. കൂടാതെ ഈ സ്റ്റോക്ക് റാഷി പെരിഫറൽസ് എന്ന കമ്പനി 4,000 കോടി രൂപയുടെ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാനും 40,000 കോടി രൂപയുടെ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാനും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രധാനമായും ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും സ്ട്രക്ചറലി ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പ്രൊഡക്റ്റുകളാണ് കമ്പനി മുന്നോട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ ഈ കമ്പനി ഡെൽ എന്ന കമ്പനിയുടെ ഇമ്പോർട്ടറായും ഇന്ത്യയിലെ ഡിസ്ട്രിബ്യൂട്ടറായും പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വിൻഡോസിൻ്റെയും ഇന്ത്യയിലെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ടും അല്ലെങ്കിൽ വിൻഡോസിൻ്റെ സർവീസ് ആൻഡ് സെയിൽസ് നോക്കുന്ന കമ്പനിയായും റാഷി പെരിഫറൽസ് എന്ന കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇനി ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കിയാൽ കൺസോളിഡേറ്റഡ് റവന്യൂ 5% വർദ്ധിച്ച് 11,338 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. എബിറ്റ 57.9% വർദ്ധിച്ച് 326 കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 24.5% വർദ്ധിച്ച് 195 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇനി വരുന്ന ആഴ്ച ഈ രണ്ട് സ്റ്റോക്കുകളെ, അതായത് റാഷി പെരിഫറൽസ്, സെൻഗോ ഗോൾഡ് തുടങ്ങിയ സ്റ്റോക്കുകളെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്